ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്കക്കുരു വെച്ചുള്ള ഒരു തോരനുണ്ടാക്കാം. ചക്കക്കുരുവും ചീരയും വെച്ചുള്ളത്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചക്കക്കുരു കിട്ടിയാൽ ആരും കളയരുതേ. ചക്കേനേക്കാളും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കണേ ചക്കക്കുരുവിലാണ്. അപ്പോൾ ആ ചക്കക്കുരു ക്യാൻസറിനൊക്കെ നല്ലതാണെന്നല്ലോ പറയണേ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഈ ചക്കക്കുരു ഒന്നും കളയണ്ട. അപ്പോൾ അതേ ചീര ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചീരയൊക്കെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു ചെടി നിൽപ്പുണ്ടല്ലോ, ആ ചെടിക്ക് വെള്ളം ഒഴിച്ചപ്പോൾ വേറെ സ്ഥലത്തേക്കൊന്നും വെള്ളം ഒഴിച്ചില്ലായിരുന്നു വേനയ്ക്ക്. അപ്പോൾ ആ ചെടിക്ക് ഒഴിച്ച വെള്ളത്തിൽ നിന്ന് ആ ചീര എല്ലാം മുളച്ച് വന്നേ. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു ഒരുക്കി വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചീരക്ക് ഇടുമ്പം എപ്പോഴും വട്ടത്തിലാണ് മുറിക്കുന്നത്. നമ്മൾ ചക്കക്കുരു മാങ്ങയൊക്കെ എടുക്കാൻ നേരത്ത് നീളത്തിൽ മുറിക്കുവേ. അപ്പം ഞാൻ ഒരു 10, 15, 20 ഉണ്ട് വട്ടത്തിൽ മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് വേവിക്കാം. കുക്കറിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇടാം, ഒരു നുള്ളു ഉപ്പും കൂടെ. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഒരു തുള്ളി വെള്ളമാണേ ഒഴിച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു പെട്ടെന്ന് അങ്ങോട്ട് വേഗം ഒറ്റ വിസലിന് തന്നെ വെന്ത് കിട്ടുവേ. ഈ ചക്കക്കുരു വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ചീര പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചീരയിൽ ഒന്നും ഒരൊറ്റ പുള്ളിക്കുത്തോ കേടോ ഒന്നുമില്ല, പുഴുക്കേടൊന്നും. അപ്പോൾ നമുക്കിത് വെച്ച് ഒരു ചക്കക്കുരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കണേ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. കേടൊന്നുമില്ല, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. ഞാനിത് വട്ടം മുറിക്കുവാണേ. വട്ടം മുറിച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. കനം കുറച്ച് അരിയണേ. ഈ ചീരയിൽ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ വീണ്, അപ്പം അങ്ങനെയാണ് ഈ ചീര മുളച്ചത്. ഞാൻ മൊത്തമായിട്ടൊന്നും വെള്ളം ഒഴിച്ചില്ല. എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും നടാൻ നേരത്ത് ആ മണ്ണെടുത്താണ് നമ്മൾ നടുന്നത്. കനം കുറച്ച് അരിയണേ. അതിൻ്റെ തണ്ടൊക്കെ കനം കുറച്ച് അരിഞ്ഞാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. കിളുന്ത് ചീരയാണ് ഇത്. എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു വെന്തോന്നൊന്ന് നോക്കണം. അപ്പോൾ ഞാനിവിടെ ചുവന്നുള്ളിയാണ് എടുക്കണേ. ഇതിന് ചുവന്നുള്ളിയും 2 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പം ഞാൻ ഒരു അല്പം കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ചീര തോരൻ വെക്കുമ്പം നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇതിപ്പോൾ ഈ ചക്കക്കുരുവും കൂടി ഇട്ടത് കൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി ചുവന്നുള്ളി, കറിവേപ്പില ചേർക്കുന്നില്ല. അപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടണേ. അപ്പോൾ ഇത് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4-5 ചുവന്നുള്ളിയും 2-3 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചതാണ്. ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. അപ്പോൾ ഞാനിതിലേക്ക് പച്ചമുളകല്ല ഇടണേ, ഇടിച്ച മുളകാണ് ഇടണേ. നല്ലതുപോലെ മൂക്കണേ. ശരിക്കും മൂത്തിട്ട് മുളക് പൊടി ഇട്ടാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ചീരയും ചക്കക്കുരും ഒക്കെ കിട്ടുമ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല രുചിയാണ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ അമ്മമാരൊക്കെ ഉള്ള സമയത്ത് ഈ ചക്കക്കുരുവും ചീരയൊക്കെ എപ്പോഴും കറി ഉണ്ടാക്കുവേ. നമ്മുടെ പറമ്പിൽ കൂടെ ഒന്ന് നടന്നാൽ തന്നെ നമുക്ക് ഈ ചീരയൊക്കെ കിട്ടും. മഴക്കാലത്തൊക്കെ മഴ പെയ്യണ സമയത്തൊക്കെ ചീരകളൊക്കെ മുളക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തുണ്ടാക്കിയാലും മതി. അതേപോലെ തന്നെ പയറിൻ്റെ ഇലയിട്ട് ഒക്കെ ഉണ്ടാക്കും. നല്ല രുചിയാണ്. അപ്പോൾ അതേ ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ അപ്പോൾ ഇത് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചീര കഴുകി വെച്ചിട്ട് നല്ലതുപോലെ വെള്ളം ഊർന്നു പോണേ.
അപ്പോൾ അതേ ഒരു സ്പൂൺ ഇടിച്ച മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളകും കൂടെ ഒത്തിരി കരിഞ്ഞൊന്നും പോകാൻ നിൽക്കണ്ട. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചക്കക്കുരുവിൽ ഒരു തുള്ളി വെള്ളമൊക്കെ ഉണ്ടാവുമേ. അപ്പോൾ ആ വെള്ളവും കളയൊന്നും വേണ്ട. അതുപോലെ തന്നെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയേ. ഇതേ കണ്ടോ, ഒരു തുള്ളി വെള്ളമുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒരു തുള്ളി വെള്ളമുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. അത് ഈ ചട്ടിയിൽ തന്നെ കിടന്ന് അങ്ങോട്ട് വറ്റിപ്പൊക്കോളൂ. അപ്പോൾ നമ്മൾ ഇനി ചീരക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ഇട്ട് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഈ ചക്കക്കുരുവിൽ ഉപ്പിട്ടതാലോ. അപ്പോൾ ആ വെള്ളവും കൂടി ഉണ്ടാകുമ്പം ചീരയിലേക്കൊക്കെ പിടിച്ചോളും ഉപ്പ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. അടച്ച് ഒത്തിരി നേരം വെക്കരുത്. ഈ ആവിയും വീണ് ചീര അങ്ങോട്ട് കുഴഞ്ഞു പോവുമേ. ജസ്റ്റ് ഒരൊറ്റ മിനിറ്റ് വേണ്ട. ഒന്ന് മൂടിയിട്ട് അപ്പം തന്നെ അങ്ങോട്ട് എടുത്താൽ മതിയേ. കണ്ടോ, ആ വെള്ളമൊക്കെ വറ്റി ചക്കക്കുരുവും ചീരയൊക്കെ നല്ല പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി നേരം മൂടി വെക്കുമ്പം നമ്മൾ ഈ ആവിയിൽ വന്ന വെള്ളം അടപ്പിൽ പറ്റി പിടിച്ചിരിക്കുമല്ലോ, ആ വെള്ളവും ഇതും കൂടെ ഒക്കെ വീഴുമ്പോഴത്തേനും ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞു പോകും. അങ്ങനെ കുഴയാതെ എടുക്കണേ. ഇതുപോലെ എടുക്കണം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കാം. എല്ലാവർക്കും താങ്ക് യു.